നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ജയരാജന്റെ വിധി നാളെ. കതിരൂർ കേസിൽ ജയരാജൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ഹർജി പരിഗണിക്കവെ CBIക്ക് കോടതിയുടെ വിമർശനം. മനോജിന്റെ കൊലപാതകത്തിൽ കേസ് ഡയറി ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഏജൻസി കാലതാമസം വരുത്തി. ജയരാജൻ സമർപ്പിച്ച അപ്പീലിനെതിരെ CBI ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയത് ഇന്ന് രാവിലെ. മനോജിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ജയരാജനെന്ന് അന്വേഷണ സംഘം. വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ അറസ്റ്റ് അനിവാര്യമെന്നും CBI കോടതിയിൽ. കതിരൂർ കേസിൽ CBI BJPയുടെ പാവയായി പ്രവർത്തിക്കുന്നുവെന്ന് പിണറായി. ഒരു നേതാവിനെ തടവിലിട്ട് പ്രവർത്തനം തടസ്സപ്പെടുത്താനാകില്ല. യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും പിണറായി വിജയൻ. തമ്മിലടിക്കാം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മാറ്റിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. നേതാക്കൾക്ക് തമ്മിലടിക്കാനുള്ള സമയം ഇതല്ല. തർക്കങ്ങൾ മാറ്റിവെച്ച് ഒരു കുടുംബം പോലെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാവിലെ ചേർന്ന വിശാല KPCC എക്സിക്യൂട്ടീവിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ. UDFനെ തോൽപ്പിക്കാൻ CPMന് കഴിയില്ല. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നും രാഹുൽ ഗാന്ധി. വിസ്താരം അതിരുകടക്കരുത്. സോളാർ കേസിൽ സരിതയുടെ ക്രോസ് വിസ്താരത്തിനിടെ കമ്മീഷനും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകനും തമ്മിൽ വാഗ്വാദം. അഭിഭാഷകന്റെ വിസ്താരം പരിധി കടന്നെന്ന് ജസ്റ്റിസ് ശിവരാജൻ. ക്രിമിനൽ കേസിലേതുപോലെ സരിതയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും നിർദ്ദേശം. വിസ്താരത്തിന്റെ പരിധി നിശ്ചയിക്കാൻ കമ്മീഷന് അധികാരമില്ലെന്ന അഭിഭാഷകന്റെ വാദത്തിന് തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്ന് മറുപടി. സരിതയ്ക്ക് എന്തും പറയാൻ കമ്മീഷൻ അനുവാദം നൽകുന്നുവെന്നും ഈ രീതി തുടർന്നാൽ ക്രോസ് വിസ്താരം ഉപേക്ഷിക്കേണ്ടി വരുമെന്നും മുഖ്യന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശ്രീകുമാർ. ഉയിർപ്പിനായി പ്രാർത്ഥനയോടെ. മരണത്തിനു മീതെ ധീരതയുടെ ശൈലമുദ്രയായി ഉയർത്തെഴുന്നേറ്റ സൈനികന് വേണ്ടി രാജ്യം പ്രാർത്ഥനയോടെ. സിയാച്ചിനിലെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഹനുമന്തപ്പ ഡൽഹിയിലെ ആശുപത്രിയിൽ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ. നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളത്തിൽ രക്തമുറയ്ക്കുന്ന -42 ഡിഗ്രി തണുപ്പിൽ അപകടത്തിൽപ്പെട്ട സൈനികനെ ജീവനോടെ കണ്ടെത്തിയത് 6 ദിവസത്തെ തിരച്ചിലിനു ശേഷം. ഹിമപാതത്തിൽപ്പെട്ട മറ്റ് 9 സൈനികരുടെ മരണം സൈന്യം സ്ഥിരീകരിച്ചു. ഹിലാരിക്ക് തിരിച്ചടി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ന്യൂ ഹാംഷെയർ പ്രൈമറിയിൽ ഡൊണാൾഡ് ട്രംപിനും ബെർണി സാൻഡേഴ്സിനും മുന്നേറ്റം. ഡെമോക്രാറ്റ് പക്ഷത്ത് കോടീശ്വരനായ സാൻഡേഴ്സിന്റെ നേട്ടം ഹിലാരി ക്ലിന്റനെ മറികടന്നു. അതേസമയം സാൻഡേഴ്സിന്റെ ജയം താൽക്കാലികം മാത്രമെന്നും തുടർന്നുള്ള പ്രൈമറികളിൽ കഥ മാറുമെന്നും ഹിലാരി. ദേശീയ അഭിപ്രായ സർവേകളിൽ മുൻതൂക്കം ഹിലാരിക്കെന്ന് റിപ്പോർട്ട്. നവംബർ 8-നാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2600 രൂപ, പവൻ 20,800 രൂപ. വെള്ളി ഗ്രാമിന് 40.16 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.